ഹലോ, വെൽക്കം ടു നോ ലിമിറ്റ്സ് സിന്ധു. ഇന്ന് നമുക്കൊരു ഇറച്ചി ഒറോട്ടി ഉണ്ടാക്കാം കേട്ടോ. ചിക്കൻ വെച്ചിട്ടാണേ. ചിക്കൻ ഒരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. 2 സവോള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ 2 തക്കാളി. ഇതൊക്കെ ഒരു 1/2 കിലോ ചിക്കൻ ആവശ്യമുള്ളതാട്ടോ എടുത്തത്. അത് അങ്ങനെ. ഇനി നമുക്കൊരു 3 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് ഗരം മസാല, പാകത്തിനുള്ള ഉപ്പ്. ഇതൊക്കെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്ത് കുക്കറിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാറ് കേട്ടോ. മിക്സ് ചെയ്ത് ഒരു 2 സ്പൂണ് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവാൻ വെക്കാം. ഇനി ഇതിനുള്ള അരപ്പ് നമുക്ക് ഉണ്ടാക്കാം. 1/2 കിലോ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. ചിക്കൻ്റെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ നമുക്ക് ഒരുപാട് തേങ്ങ എടുക്കാം. തേങ്ങ നന്നായി വറുത്ത് ആയി വരുമ്പോൾ നമുക്ക് ഈ പൊടികൾ നമ്മൾ ചിക്കനിൽ ഇട്ടിട്ടില്ലേ, അതെന്തൊക്കെയാണോ അതൊക്കെ കുറേശ്ശെ നമുക്ക് അരയ്ക്കുന്നതിൻ്റെ കൂടെ ഇടാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഞൊറോട്ടി ഉണ്ടാക്കി 2 കപ്പ് അരിപ്പൊടി, 1 കപ്പ് തേങ്ങ, 1 സ്പൂണ് പെരിഞ്ജീരകം, പിന്നെ ഉപ്പ്. ഇതൊക്കെ കൂട്ടി നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതിൻ്റെ ആ ഒരു പരത്തുന്ന ലെവലിൽ നമുക്ക് ആക്കിയെടുക്കാം. നല്ലോണം കുഴച്ച് അതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. 2 തരത്തിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. ഒന്ന് ഇലയിൽ പരത്തി നമുക്ക് ആവിക്ക് വെച്ചിട്ട് ഉണ്ടാക്കാം ഇതേപോലെ. എന്നിട്ട് ആവിയിൽ വെച്ച് നമുക്ക് ഈ ഒറോട്ടി പോലെ നന്നായി പരത്തിയെടുത്ത് ആവിക്ക് വെച്ച് തിരിച്ചും മറിച്ചും വിട്ട്, അതായത് ഒരു സൈഡ് ഇപ്പോൾ വേവാകുമ്പോൾ നമുക്ക് മറ്റേ സൈഡും തിരിച്ചിട്ട് വേവിക്കാം. കുക്കർ 3 പ്രാവശ്യം വിസിലാട്ടോ ഞാൻ അടുപ്പിക്കുന്നത്. പിന്നെ ഇനി ഇതേപോലെ ഉണ്ടാക്കുക, അതായത് ഇഡ്ഡലി തട്ടിൽ നമുക്ക് ഉരുളകളാക്കിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇത് ഈസി മെത്തേഡാണ്, വേഗം കഴിയും. അപ്പോൾ നമ്മൾ ഇലയിൽ വെച്ചതായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് ഒന്നും കൂടെ വേവിക്കാം. ഒരു സൈഡായി 2 സൈഡും ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആറിയതിന് ശേഷം കുഞ്ഞതായിട്ട് മുറിച്ചിടാം. ഈ ഒരു ഷേപ്പിൽ മുറിച്ച് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ നമുക്ക് എല്ലാം മുറിച്ചിടാം. ഇനി ഇതേപോലെ ഇതായത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതും നമുക്ക് മുറിച്ചിട്ട് വെക്കാം. ഇതാകുമ്പോൾ വേഗം കഴിയും. നമുക്ക് ഇല വേണ്ട, ഇങ്ങനെ ആവിക്ക് വെച്ച് തിരിച്ചും മറിച്ചിടുകയൊന്നും വേണ്ട, നമുക്ക് വേഗം കഴിയും. നല്ല ടേസ്റ്റുമാണ്. തേങ്ങയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഈ ഒറോട്ടി തിന്നാൻ വരെ ടേസ്റ്റാണ്. ഇനി നമുക്കൊരു എല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞ് നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊരു ചെറിയുള്ളി താളിക്കാം. അതിൻ്റെ അകത്ത് ഒരു 3-5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നന്നായിട്ട് അത് വഴറ്റിയതിന് ശേഷം കായ്മുളക്, കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഈ വെന്ത് കുക്കറത്തെ ചിക്കൻ ഉണ്ടല്ലോ ഇത് ഇതിലോട്ട് പകർത്തുക. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടില്ലേ, അതും കൂടെ ചേർക്കുക. എന്നിട്ട് അതിൻ്റെ മിക്സിയിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമുക്ക്, അതായത് ഒരു കറി പരുവത്തിലാക്കിയെടുക്കണം ഇത്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി നന്നായി തിളച്ച് വരുമ്പോൾ ഒരുപാട് ലൂസാവണ്ട, എന്നാലും ഒരു കറീൻ്റെ ലെവലിലാക്കി എടുക്കണേ. ശേഷം ഇത് നന്നായി തിളക്കുമ്പോൾ നമുക്ക് പിന്നെ ഒറോട്ടി, മുറിച്ച് വെച്ച ഒറോട്ടിയില്ലേ, അത് അതിൻ്റെ അകത്തോട്ടേക്ക് ഇടാം. ഉപ്പൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്താൽ മതി. ആ സമയം ഉപ്പ് നോക്കി ചേർക്കുക. ഈ ഒറോട്ടി അതിൻ്റെ അകത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് തിളച്ചൊന്ന്, ഇതെന്ന് വെച്ചാൽ ഒറോട്ടി ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. കാരണം ഇരിക്കും തോറും അത് കുറുകി വരും. എന്നിട്ട് സെർവ് ചെയ്യുക. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ, കഴിച്ച് നോക്കണേ. തലശ്ശേരി സൈഡിലൊക്കെ ഇതിന് ഇറച്ചി ഒറോട്ടി എന്ന് പറയും, കക്ക ഒറോട്ടി എന്ന് പറയും. നല്ല ടേസ്റ്റാണ്. ചെറുതായിട്ട് അരിഞ്ഞിടണേ ചിക്കൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായെങ്കിൽ സ്നേഹം തരണേ, മറക്കരുത്. താങ്ക് യു.